ഹലോ ഗൈസ്, വെൽക്കം ടു GJ Verse. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാനും മുത്തു അച്ഛനും അമ്മയും കൂടെ നേരെ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത്. സോ ഓൺ ദ വേ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ടേക്ക് പോവാം. മുത്താണ് ഇന്നത്തെ വഴികാട്ടി. ഞാൻ പോയിട്ടൊന്നുമില്ല, ഒരുപാട് വട്ടം പോയിട്ടുള്ള ആളതായി ഇരിപ്പുണ്ട്. പോവാം, ലെറ്റ്സ് ഗോ. പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ മാറിയിട്ട് മേതല എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ടാണ് നമ്മുടെ കല്ലിൽ ഭഗവതി ക്ഷേത്രം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പുരാതന കാലത്തെ ജൈനമത ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ക്ഷേത്രങ്ങളിൽ ഒരെണ്ണം തന്നെയാണ് നമ്മുടെ ഈ ഒരു കല്ലിൽ ഭഗവതി ക്ഷേത്രം. ഇപ്പോൾ ഇത് വരുന്നത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിട്ടാണ്. സോ അവരത് വളരെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും നല്ല ഗാർഡൻ ടൈൽസ് കൊടുത്ത സാധനമൊക്കെ ഇട്ട് പാർക്കിങ്ങിലേക്കുള്ള വഴിയൊക്കെ സ്മൂത്തായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങോട്ടേക്കാണ് കൊണ്ട് പാർക്ക് ചെയ്യേണ്ടതെന്ന്. നല്ല തണുപ്പുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഞങ്ങൾ ഓടിച്ചോടിച്ച് കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മുത്തു അച്ഛനും കൂടെ പാർക്കിങ്ങിന്റെ സ്ഥലം നോക്കാൻ പോയിരിക്കണം. ഞങ്ങളിപ്പോൾ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഇനി മെല്ലെ അകത്തേക്ക് കയറാം. അവിടേക്ക് എത്തിയപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട് ആ ഒരു എയർ ക്വാളിറ്റിയിൽ. നല്ല പ്രകൃതി ഇങ്ങനെ കനിഞ്ഞ് അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. 120ഓളം പടികൾ നടന്നു പോകാനായിട്ടുണ്ടെന്നാണ് അവിടെ പറയപ്പെടുന്നത്. സോ എന്തായാലും ഞങ്ങൾ നടന്നു തുടങ്ങി. റഷൊന്നും ഇല്ലാതെ വളരെ റിലാക്സ് ചെയ്ത് മെല്ലെ മെല്ലെ നടന്നു. കാറിൽ പോകാനായിട്ട് വേറൊരു സൈഡും കൂടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ആ ഒരു നടക്കുന്ന ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പടി നടന്ന് തന്നെയാണ് പോയത്. നമ്മുടെ ഈ ഒരു അമ്പലത്തിലെ പ്രധാനമായിട്ട് പ്രാർത്ഥിച്ചു വരുന്ന ദൈവങ്ങളെന്ന് പറയുന്നത് ദുർഗയും ശിവനും വിഷ്ണുവാണ്. ഈ ഒരു അമ്പലത്തിലേക്ക് വടക്ക് ഭാഗത്തേക്ക് നോക്കുന്ന രീതിയിൽ ഒരു പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠയിൽ തന്നെയാണ് ശിവനെയും ദുർഗയും വിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നത്. പല ആളുകളിൽ നിന്നും അറിഞ്ഞ അറിവുകളിൽ നിന്നാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ നിങ്ങളും ഷെയർ ചെയ്തോളൂ. ഈ ഒരു അമ്പലത്തിൻ്റെ റൂഫിൻ്റെ ഒരു പോർഷനിലായിട്ട് ബ്രഹ്മാവിൻ്റെയും ശ്രീചക്രത്തിൻ്റെയും മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു അമ്പലത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് മനുഷ്യർ ആ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ വളരെ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ വലിയ കല്ലുകൾ ആകാശത്തേക്ക് എറിഞ്ഞ് കളിക്കുന്നതായിട്ട് കണ്ടു. അവരടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ആ സ്ത്രീ പെട്ടെന്നൊരു ഗുഹയ്ക്കകത്തേക്ക് കയറി അപ്രത്യക്ഷയായി. ആ മേളിലേക്ക് എറിഞ്ഞ കല്ലുകളിൽ ഒരെണ്ണം വന്ന് താഴെ വീണ് അതിൽ ദേവിയുടെ ഇരിപ്പിടമായി മാറി. രണ്ടാമത്തെ കല്ലാണെങ്കിലോ തറയിൽ തൊടാതെ വായുവിൽ തന്നെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് മുതൽ അവിടെ അങ്ങനെ പൂജകളും കാര്യങ്ങളുമായിട്ട് ആരംഭിച്ച് കല്ലിൽ ഭഗവതി ക്ഷേത്രമായിട്ട് മാറിയെന്നാണ് കഥ. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒരെണ്ണം ചൂല് കൊണ്ടുള്ളൊരു നേർച്ചയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി കൊണ്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ചൂല് അവിടെ സമർപ്പിക്കും. സ്ത്രീകളാണ് കൂടുതലും ചെയ്യുന്നത്. മുടി വളർച്ച ഉണ്ടാവാനാണ് അത് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു നേർച്ച എന്ന് പറഞ്ഞാൽ വീട് പണി പെട്ടെന്ന് നടക്കാനായിട്ട് വീട് പണിയുന്നിടത്ത് നിന്നും കുറച്ച് കല്ലുകൾ എടുത്തുകൊണ്ട് വന്ന് ദേവിക്ക് സമർപ്പിക്കുന്ന കല്ല് നേർച്ചയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ ദേവിയെ എഴുന്നള്ളിക്കാനായിട്ട് പിടിയാനയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ ഒരു കൊമ്പൻ ആനയെ ഉപയോഗിച്ചപ്പോഴത്തേക്കും ദേവിക്ക് വലിയ അതൃപ്തി ഉണ്ടാവുകയും അതിനെ ശപിച്ച് ഒരു കല്ലാക്കി മാറ്റി. ആ ഒരു കല്ല് ഇപ്പോഴും ആനയുടെ ഷേപ്പ്, ഏകദേശം ഒരു ആനയുടെ രൂപമുള്ള ആ ഒരു കല്ല് നമുക്ക് ഇപ്പോഴും അവിടെ പോയാൽ കാണാനായിട്ട് സാധിക്കും. ഇതൊന്നും അല്ലാതെ വേറൊരു കഥ അവിടെ കേൾക്കുന്നുണ്ട്. ജൈന മതക്കാർ പണ്ട് കാലത്ത് പത്മാവതി ദേവിയെ വെച്ച് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണതെന്നും പിന്നീട് 9-ാം നൂറ്റാണ്ട് തുടക്കകാലം ആയപ്പോഴത്തേക്ക് ഈ ഒരു ക്ഷേത്രം മാറിയിട്ട് ഭഗവതി ക്ഷേത്രമായിട്ട് മാറിയെന്നാണ് ആ ഒരു കഥയിൽ പറയുന്നത്. എന്ത് തന്നെയായാലും ഇവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കഥ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കഥയാണ്. അതായത് ആ ഒരു കാട്ടിലെ സുന്ദരിയായ സ്ത്രീ അത് ഭഗവതിയായിരുന്നു എന്നുള്ള ആ ഒരു കഥയാണ് ഏറ്റവും പോപ്പുലർ. ആ ഒരു കല്ലുകൾ, അന്ന് ആ ഒരു ദേവി എറിഞ്ഞ് കളിച്ചിരുന്ന കല്ലുകൾ ഇപ്പോഴും നമുക്ക് അവിടെ ആ ഒരു വലിയ കല്ലുകൾ കാണാൻ സാധിക്കും. ആ ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. അതെങ്ങനെ തറയിൽ തൊടാതെ ആ ഒരു കല്ല്, അത്രയും വലിയൊരു കല്ല് 15 ആനയെ ഒന്നിച്ച് കൊണ്ടുവന്ന് വലിപ്പിച്ചാൽ പോലും ആ ഒരു കല്ല് മറിഞ്ഞ് വീഴില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ആ ഒരു കല്ല്. എന്തായാലും അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ഒരു മനസ്സിന് അത്ഭുതം ജനിപ്പിക്കുന്ന കാഴ്ചകൾ ഒരുപാടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ കല്ലിൽ ഭഗവതി ക്ഷേത്രം. അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ എന്ത് തന്നെയായാലും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കുളിർമയേകുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. തിരിച്ചിറങ്ങുന്ന സമയപ്പോഴത്തേക്കും കണ്ടില്ലേ നല്ല മഴ തുടങ്ങി. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായി. കണ്ടില്ലേ, ചുറ്റും നല്ലതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. സോ ഞങ്ങളിനി പോയി കാർ എടുത്തിട്ട് വരാം, എന്നിട്ട് അച്ഛനെ എന്നെ പിക്ക് ചെയ്യാം. അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറയാനായിട്ട് ഞാൻ മറന്നുപോയി. അമ്പലത്തിന് ചുറ്റും നമുക്ക് നോർമലായിട്ട് പ്രദക്ഷിണം വെക്കാനായിട്ട് സാധിക്കില്ല. കാരണം പുറകുവശത്തേക്ക് ഗുഹാക്ഷേത്രം ആയതുകൊണ്ട് പുറകുവശം ഇല്ലല്ലോ. പുറകുവശത്തേക്ക് കല്ല് വന്ന് മൂടി നിൽക്കുകയാണ്. സോ നമുക്ക് ആ ഒരു പടികൾ കയറി കല്ലിൻ്റെ അടിയിലൂടെ കുനിഞ്ഞ് മാത്രമേ പോകാനായിട്ട് സാധിക്കൂ. അത്തരത്തിൽ നമ്മുടെ ദേവിയെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ ദേവിയെ വണങ്ങിയാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് കഥകളുള്ള കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് പോകാനായിട്ട് സമയമായി. ശരിക്കും നല്ലൊരു അമ്പലമാണ് കേട്ടോ. അതിരാവിലെ സമയങ്ങളിൽ ആ ഒരു 7-8 മണി ആ ഒരു സമയത്തൊക്കെ വരാനാണ് ഏറ്റവും ഉചിതം. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വലിയ തിരക്കും കാണില്ല, ബുദ്ധിമുട്ടും കാണില്ല. ഇന്നിപ്പോൾ മഴയുടെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് ക്ലൈമറ്റ് വലിയ ചൂടുമില്ല. സോ നല്ലൊരു ക്ഷേത്രമാണ്. മുത്ത് ഓടിപ്പോയി കൊടയായിട്ട് അച്ഛനെ അമ്മയും കൊണ്ടുവന്നു. അങ്ങനെ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തില് തൊഴുത് ഞങ്ങള് സമാധാനമായിട്ട്, തിരക്കൊന്നും ഇല്ലാതെ അല്ലേ.
അതെ, അങ്ങനെ ശാന്തമായിട്ട് തൊഴുത് സമാധാനമായിട്ട് തൊഴുത് ഇതാ ഇറങ്ങി. മഴയുണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പതുക്കെ വീട്ടിലേക്ക് പോവാണ്. ജൈനമതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളും പിന്നെ ആ ഒരു പ്രകൃതിയുടെ ഭംഗിയും എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി അച്ഛനും അമ്മയ്ക്കും ഒരു ആഗ്രഹം, ഞാൻ അന്ന് വീഡിയോ ഇട്ട കവീസ് കഫേയിലേക്ക് ഒന്നുകൂടെ പോകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈ നോട്ട്, നമുക്ക് എന്തായാലും പോവാം. കാരണം കിടിലം ഫുഡായിരുന്നു, ഞാൻ അന്ന് തന്നെ ആ ഷോർട്സിൽ പറഞ്ഞിരുന്നല്ലോ. സോ എന്തായാലും ആ ഒരു ഷോർട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഞങ്ങൾ കവീസിൽ പോയിട്ട് നല്ല നെയ്റോസ്റ്റും നല്ല ഗീ പൊടി ഇഡ്ഡലിയും പിന്നെ റവ റോസ്റ്റും ഒപ്പം ഉഴുന്നുവടയും ചായയും കാപ്പിയും എല്ലാം പറഞ്ഞു. അങ്ങനെ അമ്പലത്തിൽ പോയി നടന്ന് കണ്ട ക്ഷീണമൊക്കെ വയറു നിറയെ ഭക്ഷണം കഴിച്ച് മാറ്റി. ഐറ്റംസ് എല്ലാം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഔട്ടിങ് ഇവിടെ തീരുകയാണ്. നമ്മുടെ നല്ല ഒരു അമ്പലത്തിൽ പോയി നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ ഡേ പ്രോഗ്രസ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളുമായിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Bus എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോ കാണാം. ടാറ്റാ.